മറ്റേ സിനിമയിൽ മോഹൻലാൽ ഇങ്ങനെ പിടിച്ച് വന്നിട്ട് ചവിട്ടി വന്നിട്ട് ഇടിക്കൂലേ, അതുപോലെയൊക്കെ ബസ്സിൽ ഇരുന്നിട്ട് ഒന്ന് കൊടുങ്ങല്ലൂർ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ട പെടാപ്പാട് എനിക്ക് എൻ്റെ കൊടുങ്ങല്ലൂർ അമ്മയ്ക്ക് മാത്രമേ അറിയുള്ളൂ. സത്യമായിട്ട് ഞാൻ അപ്പോൾ അവിടെ നിന്ന് ചിന്തിച്ചു പോയി, ഭഗവാനെ ഫ്ലൈറ്റിൽ പോകാൻ ഇത്രയും ബുദ്ധിമുട്ടില്ല. ആ ഫ്ലൈറ്റ് എടുക്കുമ്പോഴത്തെ ഒരു ഇതുണ്ടാവും. പിന്നെ ചില സമയത്ത് അത് നമുക്ക് പേടിക്കാനില്ല, ഇത്ര പേടിക്കാനില്ല. പക്ഷെ ഞാൻ അപ്പോൾ ഒരു കാര്യം ഞാൻ ആഗ്രഹിച്ചു പോയി, ഈ ആലുവ ടു തൃശ്ശൂർ വരെയുള്ള മെട്രോ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുകയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഞാനങ്ങനെ ആഗ്രഹിച്ചു. കാരണം അപ്പോൾ ചോദിക്കും കൊടുങ്ങല്ലൂർ കൂടെ മെട്രോ പോകുന്നു, കൊടുങ്ങല്ലൂർ കൂടെ പോകണ്ട, എനിക്കിപ്പോൾ ഞാനിവിടെ പോയാണ് താമസിക്കുന്നത്, എനിക്ക് ഇവിടെ നിന്ന് ചാലക്കുടിയിലേക്ക് എത്താൻ വലിയ ബുദ്ധിമുട്ടില്ല. ചാലക്കുടിയിൽ വണ്ടി വെച്ചിട്ട് മെട്രോ കയറിയാൽ എനിക്ക് തൃശ്ശൂർക്ക് എത്താൻ പറ്റും. എനിക്ക് തന്നെയല്ല, ഒരുപാട് പേര് പിന്നെ ആ ഒരു മാർഗ്ഗം സ്വീകരിക്കും. ഇതിനെന്തെങ്കിലും ഒരു മാർഗം നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ മനുഷ്യന്മാരെ കൊന്നിട്ട് ഈ ബസ് റൂട്ടിൽ കൂടെ, ഈ ബസ് ഇടിക്കണത് മാത്രമല്ല നമുക്ക് വരുന്ന ബുദ്ധിമുട്ട്. ഒന്നാലോചിച്ച് നോക്കിയേ, ഒത്തിരി പ്രായവരൊക്കെ ഉണ്ട്, എല്ലാവരും പേടിച്ചിട്ട് ബസ്സിലിരിക്കണ കാണണം, ഓരോരുത്തരുടെ മുഖം കാണണം. ഞാനത് പെട്ടെന്ന് ഇങ്ങനെ ഇരുന്നപ്പോൾ ഇങ്ങനെ ഞാനിങ്ങനെ നോക്കിയിരുന്നു. ഇത് നോക്കാനൊന്നും പറ്റണമൊന്നുമില്ല, അവർക്ക് ഇങ്ങനെ ഇതായി പോവാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ ഓരോരുത്തർ ഭയക്കാണ് ബസ്സിൽ നിന്നിട്ട്. കൊടുങ്ങല്ലൂർ തൃശ്ശൂർ റൂട്ടിലെ ബസ്സാണ് ഈ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കാര്യം